ഹായ് ഓൾ. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്സിൽ വരുന്ന RLC ട്രാൻസിയന്റ്. RL ട്രാൻസിയന്റും RC ട്രാൻസിയന്റും അതിന്റെ DK ട്രാൻസിയൻസും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂമറിക്കൽ വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഇത് RLC ട്രാൻസിയന്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഓൾറെഡി RLC ട്രാൻസിയന്റ് വരുന്ന സർക്യൂട്ട് വരച്ചിട്ടുണ്ട്. ഒരു സൈൻ വേവ്. ഇവിടെ എല്ലാം RLCക്ക് എല്ലാം നമ്മൾ എന്താണ് സൈൻ വേവ് ആണ് ഇൻപുട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ AC ആണ് ഇൻപുട്ട് കൊടുക്കുന്നത്. AC ഇൻപുട്ട് കൊടുത്തിട്ടാണ് അതിനെ നമ്മൾ ട്രാൻസിയന്റ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്? AC ഇൻപുട്ട് EM sin omega t എന്നുള്ള ഒരു വേവ് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. S എന്നൊരു സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. R എന്നൊരു റെസിസ്റ്റൻസ്, L എന്നുള്ള ഇൻഡക്ടൻസ് ആൻഡ് C എന്ന് പറയുന്ന capacitor. Obviously the current passing through the circuit is I of t with respect to time because EM sin omega t ആണല്ലേ അവിടെ, അല്ലെ? ഇൻപുട്ട് എന്ന് പറയുന്ന EM sin omega t and the current passing through this loop is I of t. First you have to write the എന്ത് ചെയ്യണം? കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉള്ള വോൾട്ടേജിന്റെ ഇക്വേഷൻ എഴുതണം. സോ ഇക്വേഷൻ എങ്ങനെ വരും? EM sin omega t is equal to, ഞാൻ മെഷ് അനാലിസിസിന്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് കൊടുത്തേക്കാം, അത് നോക്കിയാൽ മതി എങ്ങനെയാണ് ലൂപ്പ് ഇക്വേഷൻ എഴുതുന്നതെന്ന്. മോസ്റ്റ്ലി എല്ലാവർക്കും ലൂപ്പ് ഇക്വേഷൻ എഴുതാൻ അറിയായിരിക്കും. ഇവിടെ ഒന്നും നമ്മൾ പൊളാരിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല, ഡയറക്ട്ലി നമുക്ക് എഴുതി പോവാം. അപ്പൊ EM sin omega t is equal to R into I of t plus L into d I of t by dt plus 1 by c integral I dt, I of t dt. ഇത് എങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റേഴ്സ് V is equal to I into R. Voltage across the inductor L into di by dt, V is equal to L into di by dt, and the voltage across the capacitor 1 by c integral I dt. അപ്പൊ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് അല്ലേ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമ്മൾ എന്താ ചെയ്യാനുള്ളത്? ടേക്കിംഗ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം. ടേക്കിംഗ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം. ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോ എന്താ കിട്ടുക? EM എന്ന് പറയുന്ന കോൺസ്റ്റന്റ് EM ആണ്. sin omega t, sin at യുടെ ലാപ്ലേസ് omega a divided by s square plus a square, that is ഇവിടെ omega a എന്ന് പറയുന്ന കോൺസ്റ്റന്റ് corresponding to omega ആണ്. അപ്പൊ sin omega t omega divided by s square plus omega square which is equal to R into I of t യുടെ I of s plus L into s I of s di by dt, അല്ലെ? I ആണ് I of t ഫംഗ്ഷൻ, അതുകൊണ്ട് ഇവിടെ I of s, d by dt ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉള്ളതുകൊണ്ട് s എടുത്തു. L into s I of s plus 1 by c യുടെ 1 by c integral I dt എന്ത് വരും? I of s by s, അല്ലെ? I of s by s. അപ്പൊ നമുക്കിത് 1 by cs into I of s എന്ന് വേണമെങ്കിലും പറയാം. ഇപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യാം. EM omega by s square plus omega square is equal to R I of s plus L s I of s plus 1 by cs into I of s. കിട്ടിയോ? This is equation number 2. This is equation number 2. ഇതുവരെ എല്ലാവർക്കും കിട്ടിയോ? ഇനി എന്താ ചെയ്യാനുള്ളത്? നമുക്ക് I of s നെ കോമൺ എടുക്കാം. എന്നാലും നോക്കിക്കോ, I of s എടുത്താൽ ഇവിടെ R കിട്ടും, ഇവിടെ LS plus 1 by CS is equal to EM omega divided by s square plus omega square എന്ന് കിട്ടും. കിട്ടിയോ? ഇതിൽ നിന്ന് I of s കണ്ടുപിടിക്കാം. I of s is equal to, I of s ന്റെ കൂടെയുള്ള കോഎഫിഷ്യന്റ് ഡിനോമിനേറ്ററിലേക്ക് പോകണം. That is EM omega divided by s square plus omega square into R plus LS plus 1 by CS, അല്ലെ? I of s is equal to EM omega divided by s square plus omega square into R plus LS plus 1 by CS ന്ന് I of s കിട്ടി. ഇവിടം വരെ നമുക്ക് I of s കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ നിന്ന് I of t കിട്ടുന്ന ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കണം. അപ്പൊ ഇങ്ങനെ ഡിനോമിനേറ്റർ ഇട്ട് നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കാൻ പറ്റില്ല. അതിനു മുന്നേ നമ്മൾ ഡിനോമിനേറ്റർ റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. അതെങ്ങനെയാ ചെയ്യണേന്ന് നോക്കാൻ വേണ്ടി ഇപ്പൊ ഞാൻ ഇത് സെപ്പറേറ്റ് ഒന്ന് ചെയ്ത് കാണിക്കാം. R plus LS plus 1 by CS എന്നൊരു ടേം ഉണ്ടല്ലേ, അതിനെ ഡിനോമിനേറ്റർ വരുന്ന ഈ ടേമിൽ ഡിനോമിനേറ്റർ വരുന്നത് CS ആണ്. ആ CS കൊണ്ട് ഇതെല്ലാം മൾട്ടിപ്ലൈ ആട്ടോ.
CS into CS. അപ്പൊ ഈ CS ഉം CS ഉം ക്യാൻസൽ ആവും. പിന്നെ RCS plus LCS square plus 1 the whole divided by CS എന്ന് കിട്ടും. കിട്ടിയോ? the whole divide by CS എന്ന് കിട്ടും. അപ്പൊ ഇനി ഈ ടേമിനെ ഞാൻ മാറ്റി എഴുതുമ്പോ ഇങ്ങോട്ട് നോക്കിക്കോ, EM ഒമേഗ divided by S square plus omega square into RCS അടുത്ത ബ്രാക്കറ്റ് കൊടുക്കണേ, RCS plus S square LC plus 1 the whole divide by CS. the whole divide by CS ഇത്രയും കിട്ടിയോ? ഞാൻ ഇത് മായ്ക്കുക, നിങ്ങൾ ബാക്കി ശ്രദ്ധിച്ചോ. ഡിനോമിനേറ്റർ the whole divide by കിടക്കുന്ന CS-നെ എന്ത് ചെയ്യുന്നു? ന്യൂമറേറ്ററി കൊണ്ടുവരുന്നു. ന്യൂമറേറ്ററി കൊണ്ടുവരുമ്പോഴത്തേനും എങ്ങനെ കിട്ടും? EM ഒമേഗ ഇൻറ്റു CS ഡിവൈഡഡ് ബൈ ലാപ്ലേസിന്റെ S ആണ് കേട്ടോ, ഡിവൈഡ് ബൈ S സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു RCS പ്ലസ് S സ്ക്വയർ LC പ്ലസ് 1. കിട്ടിയോ? ഇനി ഇതിൽ നിന്ന് S സ്ക്വയർ S1 അതായത് S സ്ക്വയർ S1 S0 പവർ ഓർഡറിലാണ് കിടക്കുന്നത്. ഇതിനെ റീഅറേഞ്ച് ചെയ്ത് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യണോ നിർബന്ധമൊന്നുമില്ല, ചെയ്തിട്ട് പക്ഷെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ റീഅറേഞ്ച് ചെയ്യണം കേട്ടോ. ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ S സ്ക്വയർ ആക്കാൻ വേണ്ടി ഇതിന്റെ കൂടെയുള്ള LC-നെ ഞാൻ കോമൺ എടുക്കും. അങ്ങനെ LC-നെ കോമൺ എടുത്ത് ഇപ്പൊ എനിക്ക് കിട്ടും EM ഒമേഗ ഇൻറ്റു CS ഡിവൈഡഡ് ബൈ LC ഇൻറ്റു S സ്ക്വയർ പ്ലസ് അതിന് R/LS കിട്ടും അല്ലെ. ഇത് നോക്കിക്കോ, RCS ഡിവൈഡഡ് ബൈ LC, സിയും പോവും, R/L ഇൻറ്റു S പ്ലസ് 1/LC ഇങ്ങനെ കിട്ടും. കിട്ടിയോ? ഇൻറ്റു S സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. എല്ലാ ടേംസും ക്ലിയർ അല്ലേ? ഇൻറ്റു S സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് വെച്ചാൽ ഈ കിടക്കുന്നതിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകും. അപ്പം ദ ഹോൾ ഡിവൈഡ് ബൈ LC ചെയ്ത സിയും ക്യാൻസൽ ആവും, S/L എന്ന് കിട്ടും അല്ലെ. ഇപ്പൊ ദേ നോക്കിക്കോ, EM ഒമേഗ ഇൻറ്റു C ഇൻറ്റു S ഡിവൈഡഡ് ബൈ LC ചെയ്ത സിയും പോവും, എൽസ് അവിടെ L മേളിൽ വരും. അപ്പൊ എങ്ങനെ എഴുതാം? EM ഒമേഗ S by L the whole divided by S square plus R/LS plus 1/LC into S square plus omega square which is equal to I of S. ഇത്രയും കിട്ടിയോ? ഇപ്പൊ നമ്മുടെ RLC ട്രാൻസിയന്റിന്റെ I of S നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ വാല്യൂ കറക്റ്റ് ഒരു I of S വാല്യൂ നമുക്ക് വേണ്ടേ? അതിനു വേണ്ടി എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് വെച്ചാൽ ഞാനിപ്പോ ഇതൊന്ന് മായ്ക്കുവാണേ. ഫസ്റ്റ് കണ്ടീഷൻ S സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. S സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 മീൻസ് എന്തായിരിക്കും? S സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ, S ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് ഒമേഗ സ്ക്വയർ, ദാറ്റ് ഇസ് പ്ലസ് ഓർ മൈനസ് റൂട്ട് -1 എന്താ? IJ യൂസ് ചെയ്യും. ഇപ്പൊ ഞാൻ J ഉപയോഗിക്കുന്ന J ഒമേഗ. എസിന്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് J ഒമേഗ. ഇപ്പൊ 2 റൂട്ട്സ് കിട്ടി. ഇനി അടുത്ത ടേം എന്താണ്? S സ്ക്വയർ പ്ലസ് R/L ഇൻറ്റു S പ്ലസ് 1/LC. എങ്ങനെ ചെയ്യണം? S ഇസ് ഈക്വൽ ടു മൈനസ് B പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് B സ്ക്വയർ മൈനസ് 4AC ബൈ 2A ചെയ്യണം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സൊല്യൂഷൻ ചെയ്യുമ്പോൾ S is equal to minus R/12 plus or minus root of R/12 the whole square minus 1/LC എന്ന് കിട്ടും. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ആൽഫ പ്ലസ് ഇതൊരു ടേം ആണ്, അടുത്ത ടേം ആണ് ഈ ഇതല്ല റൂട്ടിനകത്ത് വരുന്നത്. അപ്പൊ എനിക്ക് ഇതിനെ വേണമെങ്കിൽ S is equal to ആൽഫ പ്ലസ് ഓർ മൈനസ് ബീറ്റ എന്ന് വേണമെങ്കിൽ എഴുതാം. വേർ ആൽഫ is equal to R/-12 ബീറ്റ is equal to root of R/12 the whole square minus 1/LC ആവും. ഇപ്പൊ നമുക്ക് ബേസിക്കലി 4 റൂട്ട്സ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത് S is equal to പ്ലസ് J ഒമേഗ, സെക്കൻഡ് മൈനസ് J ഒമേഗ, തേർഡ് മൈനസ് R/12 പ്ലസ് റൂട്ട് ഓഫ് R/12 the whole square minus 1/LC. ഫോർത്ത് റൂട്ട് എന്ന് പറയുന്നത് മൈനസ് R/12 മൈനസ് റൂട്ട് ഓഫ് R/12 the whole square minus 1/LC. ഇങ്ങനെ നമുക്ക് 4 റൂട്ട്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ സൊല്യൂഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ആൽഫയും ബീറ്റയും ഇല്ലേ? നോക്കിക്കോ മക്കളെ, ആ ഇക്വേഷനിൽ നിന്ന് നമ്മുടെ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് R/12 ആണ് സിംപ്ലി. ആൻഡ് ബീറ്റ is equal to എന്താവും?
root of r by 2l the whole square minus 1 by lc ആണല്ലേ. ബേസിക്കലി നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് r by 2l the whole square minus 1 by lc നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ബീറ്റ നമുക്ക് കിട്ടി. ഈ ബീറ്റയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും ഈ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബീറ്റയുടെ വാല്യൂ എന്താണ്? r by 2l the whole square minus 1 by lc നെ ഡിപ്പെൻഡ് ചെയ്യും എന്നാണ് പറഞ്ഞത് അല്ലെ. സൊല്യൂഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദിസ്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് സൊല്യൂഷൻ ഇരിക്കുന്നത്. അപ്പൊ ഇതിനെ സൊല്യൂഷൻ ഡിപ്പെൻഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും എന്ന് വെച്ചാൽ r by 2l the whole square greater than 1 by lc എന്നൊരു കേസ്, r by 2l the whole square is equal to 1 by lc എന്നൊരു കേസ്, r by 2l the whole square less than 1 by lc എന്നൊരു കേസ്. ഇങ്ങനെ 3 കേസുകളാണ്. ഈ 3 കേസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ. അപ്പൊ അതിന്റെ നോട്ട്സ് ഞാനിപ്പോ എഴുതിയിടാം, എന്നിട്ട് നിങ്ങൾ എഴുതിയെടുക്കട്ടോ. കേക്കോ, ഞാനിവിടെ ഇപ്പൊ 3 കേസും എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷന്റെ സ്റ്റഡി സ്റ്റേറ്റ് കറണ്ടും എഴുതിയിട്ടുണ്ട്. എങ്ങനെ വരും ഞാൻ പറഞ്ഞു, r by 2l the whole square greater than 1 by lc ആണെങ്കിൽ റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഡിസ്റ്റന്റ് ആയിരിക്കും. ഈസ് ഈക്വൽ ടു ആണെങ്കിൽ ഇൻഫിനിറ്റി ആയിരിക്കും, ആൻഡ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഉള്ളി ഇൻഫിനിറ്റി മാത്രമായിരിക്കും, റൂട്ട്സ് ഇൻഫിനിറ്റിയിലേക്ക് പോവും. ലെസ് ദാൻ 1 by lc ആണെങ്കിൽ റൂട്ട്സ് കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിരിക്കും. ഓക്കെ, r by 2l the whole square ലെസ് ദാൻ 1 by lc ആണെങ്കിൽ റൂട്ട്സ് കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിരിക്കും. അങ്ങനെ വന്നാൽ സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് എക്സ്പ്രഷൻ വിൽ ബി ISS is equal to, ഇത് നിങ്ങൾ പഠിക്കണം, ഇതാണ് നിങ്ങൾ പഠിക്കാനുള്ളത്, EM divided by root of r square plus XL minus XC the whole square into sin omega t plus or minus theta, where theta is equal to tan inverse y by x. ഇത് x, ഇത് y. tan inverse XL minus XC by r ന്ന് റൂട്ട്സ് കിട്ടും. ഇത് RLC 3 കമ്പണന്റും വരുന്ന RLC ട്രാൻസിയന്റിന്റെ എക്സ്പ്രഷൻ ആണ്, കറണ്ടിന്റെ ഇക്വേഷൻ ആണ്. ഇത് നിങ്ങൾ പഠിക്കണം, ഇതിന്റെ ന്യൂമറിക്കൽസ് ആയിരിക്കും കിട്ടുക. RL-ഉം RC ഒക്കെ DK ട്രാൻസിയന്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. ഞാൻ അർച്ചന. എൻ്റെ ഈ ചാനലിലെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എനിക്ക് കോമെന്റ് ചെയ്താൽ ഞാൻ ആൻസർ ചെയ്ത് തരുന്നതാണ്. ദെൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സാപ്പ് ചാനൽ ലിങ്കും കൂടി കൊടുത്തേക്കാം, അതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ദെൻ താങ്ക് യു.